ജിത്തു സാറ് കുറേ സിനിമകളായി അല്ലേ, കുറേ സിനിമകൾ പല രീതിക്ക് പല യാത്രയാണ് സിനിമകൾ ചെയ്യുന്നത്. നേരിലേക്ക് എത്തുമ്പം വേറെ രീതിയാണ് ഈ സിനിമ പിടിച്ചിരിക്കുന്നത്. നേരത്തെ സാർ പ്രസ് മീറ്റിൽ പറഞ്ഞ പോലെ ഒരു കോർട്ടിൽ നടക്കേണ്ട എന്താണെന്ന് പോലും നമുക്ക് അറിയില്ലായിരുന്നു. അത് നമുക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററെ കിട്ടിയപ്പോഴാണ്, ഒരു അഡ്വക്കേറ്റിനെ കിട്ടിയപ്പോഴാണ് അത് നമുക്ക് പോകുന്ന റൂട്ടും അഡ്വക്കേറ്റ് പുറകോട്ട് നടക്കാൻ പാടില്ല, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇത്തരമൊരു സബ്ജക്റ്റ് വേണമെന്ന് ജിത്തു സാറാണ് ആദ്യം ആവശ്യപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ അടുത്ത് പറയുന്നത് ഇത്തരമൊരു കഥ വേണമെന്ന് ആവശ്യപ്പെടാനുള്ള ഒരു കാരണം ഉണ്ടാവുമല്ലോ. അല്ല, കഥ വേണമെന്ന് ആവശ്യപ്പെട്ടതല്ല, ഇതെൻ്റെ മനസ്സിൽ ഞാൻ സിനിമയിൽ വന്ന ഒരു കാലഘട്ടം മുതൽ എൻ്റെ മനസ്സിലുള്ളതാണ്. അതുപോലെ പല ആഗ്രഹങ്ങൾ ഇപ്പോഴും ഉണ്ട്, സിനിമയാകാതെ ഫുൾഫിൽ ആകാതെ ഉണ്ട്. അതുപോലെ ഞാൻ കോളേജ് കാലഘട്ടം കഴിഞ്ഞ് ഞാൻ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന അത്രയോ പഴയ ഒരു ഇതിൽ നിന്ന് തുടങ്ങിയതാണ് ഒരു കോർട്ടൂൺ ഡ്രാമ ചെയ്യണമെന്ന്. പിന്നെ അത് ഏത് ടൈപ്പ് വേണം, ആദ്യമൊക്കെ മേർഡറും മറ്റേത് അങ്ങനെ ഇങ്ങനെ പല പല കാര്യങ്ങളും ആലോചിച്ചു. പിന്നെ ആലോചിച്ച് ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ളൊരു ക്രൈം കണ്ടു. അപ്പോൾ അതിനകത്തൊരു സാധ്യതയുണ്ട്. സാധാരണ നമ്മളൊക്കെ ഒത്തിരി കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും കേൾക്കുന്നതുമായ ഒരു ക്രൈമാണ്. പക്ഷെ ആ ക്രൈമിനകത്തൊരു പ്രത്യേകതയുണ്ട്. അതാണ് ഇതിൻ്റെ ക്യാച്ചിങ് പോയിന്റ്. അപ്പം ഞാൻ ദൃശ്യത്തിന് വന്നപ്പോൾ ശാന്തിയോട് പറഞ്ഞു, ഇങ്ങനെയൊരു ഇത് വന്നാൽ എങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത്, എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ശാന്തി പറഞ്ഞു അതിനെക്കുറിച്ച്. അപ്പോൾ ശാന്തിയും കുറച്ച് റിസർച്ച് ചെയ്തു, ഞാനും കുറച്ച് റിസർച്ച് ചെയ്തു. അപ്പം സാധാരണ ഞാൻ ഒന്നുകൂടെ പറയുന്നത്, സാധാരണ ഉള്ള ഒരു ക്രൈം അതിനകത്ത് തന്നെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ഒരു സ്പെഷ്യലായി. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇങ്ങനത്തെ ക്രൈം പലയിടത്തും നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പം പല പല രീതിയിലുള്ള സംഭവങ്ങൾ നമ്മൾ കേട്ടു. അപ്പോൾ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു കഥയും ഉണ്ടാക്കി, എന്നിട്ട് ഒരു കോർട്ട് റൂം ഡ്രാമ സെറ്റ് ചെയ്തു. അപ്പോൾ അത് ഏത് രീതിയിൽ പ്രസൻറ്റ് ചെയ്യണമെന്ന് വന്നപ്പോഴാണ് എനിക്ക് അന്നൊരു വലിയ ആഗ്രഹമായിരുന്നു ഒതൻറ്റിക് ആയിട്ടുള്ളൊരു കോർട്ട് റൂം വേണം. കാരണം ഞാൻ റാം അതിൻ്റെ കോർട്ട് റൂം ചെയ്തുകൊണ്ടിരുന്നപ്പം ശാന്തി അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. ശാന്തി ആ കോർട്ടിൽ പുറകിൽ ഇങ്ങനെ ഒരു കാഴ്ചക്കാരെ പോലെ ഇരിക്കുന്നത്. അപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ വിറ്റ്നസ് അല്ല പ്രതി ഇരിക്കല്ലേ, പ്രതിക്കൂട് ഇതിൻ്റെ പൊസിഷൻ കറക്റ്റ് അല്ല കേട്ടോ. ഓയോനാലും ഈ സിനിമയിലൊക്കെ ഞാനിങ്ങനെ സിനിമയിലൊക്കെ അങ്ങനെയാണ് കാണിക്കുന്നത്, ശരിക്കും ഇങ്ങനെയല്ല. പക്ഷെ അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ദൃശ്യം വന്നപ്പോൾ ഞാനത് മാറ്റി. ആ സീനും ഞാൻ ശാന്തി കൊണ്ട് തന്നെ എഴുതിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായത് കുറച്ചുകൂടി ഒരു സീരിയസ് ആയിട്ട് ഒതൻറ്റിക് ആയിട്ട് ഈ പ്രൊജക്റ്റിൽ വരുമ്പോൾ ചെയ്യണം എന്നാണ്. അതുകൊണ്ട് ഇതൊരു മാക്സിമം ഒതൻറ്റിക് ആയിട്ടുള്ളൊരു കോടതി കൊണ്ടുവരണം. കാരണം ഇതിന് പറ്റി പല ഗുണങ്ങളുണ്ട്. പ്രേക്ഷകർ പലരും കോടതി കണ്ടിട്ടില്ല, സിനിമയിലുള്ളവർ അല്ല സിനിമ കാണുന്നവർ. അവർ കണ്ടിരിക്കുന്നത് സിനിമയിലെ കോടതിയാണ്. അപ്പോൾ അവർക്കൊരു കോടതി കാണിച്ചു കൊടുക്കുകയാണ്. അതിനകത്തൊരു സീരിയസ് ആയിട്ടുള്ളൊരു ക്രൈം, അതിൻ്റെ വാദപ്രതിവാദങ്ങൾ എങ്ങനെയൊക്കെ നടക്കുന്നു. പിന്നെ കോടതിയിൽ വക്കീലന്മാർ ഒത്തിരി അഭ്യാസം കാണിക്കും, ജയിക്കാനും അതിനെ പ്രതിരോധിക്കാനും. അതെല്ലാം കൂടെ ശാന്തിയുടെ സഹായത്തോടെ ക്രോസ് ചെയ്യുന്നതിന് ചില രീതികളുണ്ട്, ഇവർ ചില തന്ത്രങ്ങളുണ്ട്. അപ്പം ശാന്തിക്ക് അറിയാവുന്ന തന്ത്രങ്ങളൊക്കെ ശാന്തി ഇതിനകത്ത് കയറ്റി വിട്ടിട്ടുണ്ട്. അതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റി. കാരണം ഒരു കോടതിയിൽ മജോറിറ്റിയും ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിരസത തോന്നാം. വിരസത ഉണ്ടാവാൻ പാടില്ല, അത് വേറൊരു ചലഞ്ച്. അങ്ങനെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് നല്ലൊരു കോർട്ട് റൂം ഡ്രാമ ഞങ്ങൾ പ്ലാൻ ചെയ്തു. അതിനകത്തേക്ക് നമ്മളൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൊണ്ടുവന്ന് ഇമോഷൻസ് കൂടെ ഫില്ല് ചെയ്ത് നല്ലൊരു സിനിമയാക്കി വെച്ചു. അപ്പം അങ്ങനെയാണ് ശരിക്കും നേരെന്ന് പറയുന്നൊരു ഇതിലേക്ക് എത്തുന്നത്. ഈ പണ്ട് പഴഞ്ചൊല്ല ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയും. എനിക്ക് സ്ക്രിപ്റ്റ് റൈറ്ററിനെ കുറിച്ച് ഒരു വെടിക്ക് 3 പക്ഷി എന്ന് പറയും. അതിന് കാരണമുണ്ട്. പക്ഷെ ദൃശ്യത്തിൻ്റെ അവിടെ എത്തിയിട്ട് അത് സബ്ജക്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. അന്ന് അഭിനയിപ്പിച്ചു അല്ലേ, അന്ന് സബ്ജക്റ്റ് നോക്കാൻ വിളിച്ച ഒന്ന് അഭിനയിപ്പിച്ചു. അന്ന് തന്നെ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ ഒരു അവസരം തന്നു. അതാണ് ഞാൻ ഒരു പെട്ടിക്ക് 3 പക്ഷി എന്ന് പറയുന്നത്. അഭിനയിപ്പിച്ച് തന്നെ ഈ സ്ക്രിപ്റ്റ് എഴുതിപ്പിക്കാൻ ഒറ്റ ലക്ഷ്യം കൊണ്ടാണ്. നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.